ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഭാരതത്തിന്റെ പ്രതീക്ഷയെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇനി അല്ലെങ്കിൽ വാർത്തയാണ്. കാരണം ഇന്നലത്തെ ഉജ്ജ്വല വിജയത്തോടെ ഇന്ത്യൻ താരം ഡി ഗുകേഷ് മുന്നിലെത്തിയിട്ടുണ്ട്. 11ാം റൗണ്ട് മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറനെതിരെ 29 നീക്കങ്ങൾക്കൊടുവിലാണ് ഗുകേഷ് നിർണായക വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ തോൽക്കാതിരുന്നാൽ ഗുകേഷിന് ലോക ചാമ്പ്യനാകാം. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന പട്ടം കൂടിയായിരിക്കും ഇന്ത്യൻ ഭാരതീയനായ ഡി ഗുകേഷിന് സ്വന്തമാവുക. നിഖിൽ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, എത്രത്തോളം ആവേശമായിരുന്നു ഇന്നലത്തെ വിജയം? തുടർച്ചയായ സമനിലകൾക്കൊടുവിലാണ് ഇന്നലെ ഗുകേഷ് വീണ്ടും ഗെയിമിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഓരോ ഭാരതീയരും അഭിമാനിക്കാവുന്ന മുഹൂർത്തത്തിലേക്കാണ് നടന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഗുകേഷ് എന്ന് പറയാൻ സാധിക്കും. കാരണം ലോക ചാമ്പ്യനാണ് ഡിങ് ലിറൻ. ലോക ചാമ്പ്യനെ ഇതുവരെ ആദ്യ മത്സരത്തിൽ വിജയത്തോടെയാണ് ഡിങ് ലിറൻ തുടങ്ങിയത്. ഗുകേഷിന് പരാജയം ആദ്യ മത്സരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെങ്കിൽ രണ്ടാം മത്സരത്തിൽ അത് സമനില പിടിക്കുന്ന ഒരു കാഴ്ച. മൂന്നാം മത്സരത്തിൽ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തി മൂന്നാം മത്സരം വിജയം സ്വന്തമാക്കുന്ന കാഴ്ചയായിരുന്നു ഗുകേഷിനുണ്ടായത്. അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ എന്ന് പറയാം. പിന്നീട് ഇങ്ങോട്ട് നടന്ന 7 മത്സരങ്ങളും തുടർച്ചയായ 7 മത്സരങ്ങളും സമനില പാലിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് നിലവിലെ ചാമ്പ്യനായ ഡിങ് ലിറനെ അക്ഷരാർത്ഥത്തിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു ഇതുവരെയുള്ള മത്സരങ്ങളിൽ എന്ന് പറയാൻ സാധിക്കും. അത് വ്യക്തമായ മേധാവിത്വത്തോടു കൂടി തന്നെ ഇന്നലത്തെ വിജയത്തോടു കൂടി മത്സരത്തിലേക്ക് ശക്തമായ വരവ് തന്നെ ഗുകേഷ് നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടം മുതൽ ആദ്യ 10 മത്സരങ്ങൾ എടുത്താൽ ആദ്യ 10 റൗണ്ട് മത്സരങ്ങൾ എടുത്താൽ ആദ്യ മത്സരത്തിൽ ഡിങ് ലിറൻ വിജയിച്ചു. രണ്ടാം മത്സരം സമനില. മൂന്നാം മത്സരം വീണ്ടും ഗുകേഷ് വിജയിക്കുന്നു. അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് പോയിന്റ് നില ഒരേ പോയിന്റ് നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു മത്സരത്തിൽ വിജയിച്ചാൽ 1 പോയിന്റും മത്സരത്തിൽ സമനില വഴങ്ങിയാൽ 1/2 പോയിന്റും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് ആ രണ്ട് താരങ്ങളും ഓരോ മത്സരം വിജയിക്കുകയും പിന്നീടുള്ള സമനിലയും ആയതിനാൽ ഇതുവരെ പോയിന്റ് നില സമാസമമായി ഒപ്പത്തിനൊപ്പം പോയിക്കൊണ്ടിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഗുകേഷ് വിജയിച്ചതോടുകൂടി 1 പോയിന്റിന് ഗുകേഷ് മുന്നിലെത്തിയിരിക്കുകയാണ്. നിലവിൽ ഗുകേഷിന് 6 പോയിന്റും ഡിങ് ലിറന് 5 പോയിന്റുമാണ് ഉള്ളത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇതിൽ ഏറ്റവും 3 മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 3 മത്സരത്തിൽ തോൽവി വഴങ്ങാതിരുന്നാൽ, അതായത് സമനില പാലിച്ചാൽ ഓരോ മത്സരത്തിലും 1/2 പോയിന്റ് വീതമാണ് ലഭിക്കുക. 0.5 പോയിന്റ് വീതമാണ് ലഭിക്കുക. അങ്ങനെയെങ്കിൽ ഇനിയുള്ള 3 മത്സരത്തിലും 1/2 പോയിന്റ് ലഭിച്ച് 1.5 പോയിന്റിലേക്ക് ഗുകേഷിൻ്റെ പോയിന്റ് എത്തും. അങ്ങനെയെങ്കിൽ നിലവിൽ 6 നിന്നും 1.5 പോയിന്റ് കൂടി ലഭിച്ച് 7.5 പോയിന്റ് ആകും ഗുകേഷിന് ലഭിക്കുക. 14 മത്സരങ്ങളിൽ നിന്നും 7.5 പോയിന്റ് ലഭിക്കുന്ന ആളാണ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള 3 മത്സരങ്ങളും തോൽവി വഴങ്ങാതെ സമനില പിടിച്ചാൽ തന്നെ ഗുകേഷിന് വിജയം സ്വന്തമാക്കാൻ, ഈ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വിജയം സ്വന്തമാക്കിയാൽ വലിയൊരു ചരിത്ര നേട്ടത്തിലേക്ക് കൂടിയാണ് ഗുകേഷ് നടന്നെടുക്കുക. 12ാമത്തെ ഗെയിം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിജയിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇന്ന് വിജയം സ്വന്തമാക്കിയാൽ നിലവിൽ 6 പോയിന്റുള്ള ഗുകേഷിൻ്റെ ആ ഒരു പോയിന്റ് നില 7ലേക്ക് ഉയരും. പിന്നീടുള്ള 2 മത്സരങ്ങളിൽ ഒരു സമനില കൂടി മാത്രം ഗുകേഷിന് നേടിയാൽ മതിയാകും. അതായത് ഗുകേഷിനുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 മത്സരങ്ങളിൽ ഒന്നുകിൽ 3 സമനില അല്ലെങ്കിൽ 1 ജയവും 1 സമനിലയും നേടിയാൽ മതിയാകും ഗുകേഷിന്. മറുവശത്ത് ഡിങ് ലിറനിലേക്ക് വന്നാൽ ഇനിയുള്ള 2 മത്സരം വിജയിക്കുകയും 1 മത്സരം സമനില പാലിക്കുകയുമാണ് ഡിങ് ലിറന് ഇനി വേണ്ടി വരിക. ഇനി 3 മത്സരം, ആകെ 14 മത്സരങ്ങൾ മാത്രമാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ഉള്ളത്. 14 റൗണ്ട് മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിലുള്ളത്. അങ്ങനെ ഇനി 11 ഇനി നടക്കാനിരിക്കുന്നത് 12ാമത്തെ നിർണായകമായ മത്സരം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുന്നോ അവർക്ക് സാധ്യത കൂടും. കാരണം ഇന്ന് ഡിങ് ലിറൻ വിജയം സ്വന്തമാക്കാനായാൽ ഗുകേഷിന് ഒപ്പം എത്താനാകും. ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ഗുകേഷിനും അത് വലിയൊരു സമ്മർദ്ദം തന്നെ സൃഷ്ടിക്കും. പക്ഷേ നിലവിലത്തെ ഫോമിൽ ഇന്നലത്തെ മത്സരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം അത്രത്തോളം ഡിങ് ലിറനെ, അതായത് നിലവിലെ ലോക ചാമ്പ്യനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാഴ്ച ഗുകേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 29 നീക്കങ്ങൾക്കൊടുവിലാണ് ഇന്നലെ ഗുകേഷ് വിജയം സ്വന്തമാക്കിയത്. അതും സമ്മർദ്ദത്തിനൊടുവിൽ ഡിങ് ലിറൻ വഴങ്ങിയ ഒരു പിഴവാണ് ഗുകേഷിനെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാൻ സാധിക്കും. അതായത് നിലവിലെ ലോക ചാമ്പ്യനെ സമ്മർദ്ദത്തിലാക്കിയ പ്രകടനം തന്നെ ഗുകേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ വിജയം സ്വന്തമാക്കിയാൽ ചെസ്സിൽ കിരീടം ചൂടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതായത് 18കാരനായ ഗുകേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടത്തിലേക്ക് എത്തും. നിലവിൽ 22ാം വയസ്സിൽ കിരീടം ചൂടിയ ഇതിഹാസമായ ഗാരി ഗാസ്പ്രോവിൻ്റെ റെക്കോർഡാണ്. അങ്ങനെയെങ്കിൽ ഗുകേഷിനെ മറികടക്കാൻ സാധിക്കും. 1985 ഗാസ്പ്രോവ് ആ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ വിജയം സ്വന്തമാക്കാനായാൽ ഗുകേഷിന് ആ ഒരു നേട്ടം കൂടി, അല്ലെങ്കിൽ ആ ഒരു ചരിത്രം കൂടി ഗുകേഷിനെ തിരുത്തി കുറിക്കാൻ സാധിക്കും. എന്തായാലും അതിനുവേണ്ടിയാണ് ഓരോ ഭാരതീയരും കാത്തിരിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി തന്നെ കാത്തിരിക്കാം. ശരി നിഖിൽ.
എന്തായാലും ആ സന്തോഷ വർത്തമാനം എത്രയും വേഗം കിട്ടട്ടെ. കാരണം ഇന്നത്തെ ജയത്തോടു കൂടി പിന്നെ ഉറപ്പായി ഏകദേശം ഇനി ബാക്കി 2 കളികളിൽ 1 സമനില പിടിച്ചാൽ പോലും ലോക ചെസ് ചാമ്പ്യനായി ഗുകേഷിന് തിരികെ എത്താം.